നമസ്കാരം, എല്ലാവർക്കും ടെസസ് കുഞ്ഞടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഉള്ളിവടയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് കടലപ്പൊടി, 2 വലിയ സവോള അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് സോഡാപ്പൊടി, ഒരൽപ്പം പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞത്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പൊടി, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി, പിന്നെ നമ്മുടെ പച്ചമുളകും വേപ്പിലയും സോഡാപ്പൊടിയും മുളക് പൊടി, പിന്നെ നമ്മുടെ ഉള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് അതിലേക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാദ്യം തന്നെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇത് കൂടുതൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിനി അടുത്ത ബാക്കിയിരിക്കുന്നത് കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഓണിയൻ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.